ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയിൽ എപ്പിസോഡ് 4 4 ടീംസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് അഖിൽ മാരാറിൻ്റെ ഒരു ടീം, റിയാസിൻ്റെ, രഞ്ജിനി ഹരിദാസിൻ്റെ, റിനീഷയുടെ. ഇത്തവണ ടീമിൽ ക്യാപ്റ്റൻ ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻ വെച്ചതിന് മൊത്തം പ്രശ്നമായതുകൊണ്ട് ഇത്തവണ ക്യാപ്റ്റൻ ഇല്ല. ഇത്തവണത്തെ ടാസ്ക് എന്ന് പറയുന്നത് റിലേ റേസ് എന്ന് പറയുന്നതാണ്. അതിൽ 5 ഘട്ടങ്ങളായിട്ടാണ്. വെയിറ്റ് ചലഞ്ച്, ഫുഡ് ചലഞ്ച്, ബോൾ ആൻഡ് PVC പൈപ്പ്, മാച്ച് ബോക്സ് ഫ്ലിപ്പ്. പിന്നെ ഇതെല്ലാത്തിനും കൂടി ഓരോ കളിച്ച് കഴിയുമ്പോഴും ഓരോ പസൽസ് കിട്ടും. ഈ പസൽസ് എല്ലാം കൂടി ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ എല്ലാം കൂടി പസൽസ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഗെയിം പൂർത്തിയാവുകയുള്ളൂ. ഫുഡ് ചലഞ്ച് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. ബാക്കിയൊക്കെ ഒരുവിധം ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. ഫുഡ് ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർഗറും ഒരു ഫുൾ മന്തിയും ഷെയ്ക്കൊക്കെ ആയിരുന്നു. അതൊക്കെ കുടിച്ച് പലരും ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടാസ്കിലെന്ന് പറയുന്നത് സ്പീഡ് മാത്രം നമുക്ക് പറ്റില്ല, ഒരു കോർഡിനേഷൻ വേണം, ശാരീരികമായിട്ട് ഉള്ള ശക്തി, ഒരു ഏകാഗ്രത, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ടാസ്കിൽ നമ്മുടെ അഖിൽ മാരാറിൻ്റെ ടീമാണ് കേട്ടോ ജയിച്ചത്. ഈ ടാസ്കിനിടയിൽ പൂജ ഇവരെ എന്താ പറയുക, ഇവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിന് അഖിൽ മാരാർ പൂജയെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ 4 എവിക്ഷൻ നടന്നു. അതിൽ നമ്മുടെ അനഘ, അമൽ, ആസിയ, പൂജ എന്നിവർ എവിക്ഷനിൽ ഔട്ടാവുകയാണ് ചെയ്തത്. പൂജ വന്നപ്പോൾ മുതൽ പൂജ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പേരിലും ഒക്കെ കൂടിയായിരിക്കാം എവിക്ഷൻ നടന്നതെന്നാണ് വിചാരിക്കുന്നത്. പല എപ്പിസോഡിലും പൂജ ഗെയിമിനെ പറ്റി കുറ്റം പറയലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ജഡ്ജസുമാരോട് എതിർത്ത് സംസാരിക്കുകയുണ്ടായിരുന്നു. പൂജയുടെ ഗെയിം സ്പിരിറ്റ് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു മത്സരമാകുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ചെയ്യണമല്ലോ. പൂജ ഒരു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന രീതിയിലൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ പൂജ പെരുമാറിയിട്ടുള്ളത്. പൂജയ്ക്ക് ഗെയിം സ്പിരിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ശരിയായ കാര്യം എങ്ങനെ അവിടെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നുള്ളത് പൂജയ്ക്ക് അറിയാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.